ഓം കാർപ്പണ്യദോഷോപഗതസ്വഭാവകവൃച്ഛാമൃതാം ധർമ്മസുമൂഢചേതക യശ്രേയസ്യാ നിശ്ചിതം ബ്രൂഹി തന്മേ ശിഷ്യസ്തേഹം ശാരിമാം താം പ്രപന്നം. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഭക്തിയോഗം ഇതുവരെ ചിന്തിച്ച് അത് സമർപ്പിക്കുകയാണ്. ഭക്തിയോഗത്തിൽ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു, യഥാർത്ഥത്തിൽ ഭക്തിയോഗം എന്ന് പറഞ്ഞാൽ അനന്യ ഭക്തന്റെ ഭക്തിയോഗം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ അന്ധകരണ ശുദ്ധി തേടി സ്വഭാവത്തിൽ പരിവർത്തനം വരുത്തുക, ഭഗവാന്റെ പ്രീതി നേടുക എന്നുള്ളതാണ്. അതിന് അർജുനൻ തന്നെ ചോദിക്കുന്നത് വ്യക്തോപാസന എന്താണെന്നും അവ്യക്തോപാസന എന്താണെന്നും, ഈ അവ്യക്തോപാസനയാണോ വ്യക്തോപാസനയാണോ ശ്രേഷ്ഠം എന്ന് ഭഗവാനോട് ചോദിക്കുന്നതനുസരിച്ചുകൊണ്ട് വ്യക്തോപാസന എന്ന് പറയുന്നത് വ്യക്തമായിട്ട് ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, നമ്മുടെ ശരീരത്തിന്റെ വ്യക്തിപരമായിട്ട് കിട്ടിയിരിക്കുന്ന ഈശ്വരന്റെ ഏറ്റവും വലിയ വരദാനമാണ് ഗുരുവായൂരപ്പന്റെ അപരാശക്തിയാകുന്ന ഈ ശരീരം. അത് പ്രകൃതിയിൽ നിന്നെടുത്തതാണ്. അതുകൊണ്ട് ശരീരത്തെ ഉപാസിക്കുന്നതാണ് ആദ്യത്തെ വ്യക്തോപാസന. കാരണം വ്യക്തി എന്ന് പറയുന്ന ഭാവം നമുക്ക് യഥാർത്ഥത്തിൽ പ്രകടമാക്കാൻ നമുക്ക് സാധിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന യഥാർത്ഥ ഭക്തിയൊന്നും ഉണ്ടാവുന്നില്ല. അപ്പൊ ശരീര സംരക്ഷണമാണ് ആദ്യത്തെ വ്യക്തോപാസന. ആ ശരീരത്തെ യഥാവിധി നിലനിർത്തണം എന്നുണ്ടെങ്കിൽ പ്രകൃതിയെ കൂടി അതനുസരിച്ചുകൊണ്ട് സംരക്ഷിക്കണം. കാരണം പകുതി 50% ശക്തിയെ നമുക്ക് യഥാർത്ഥത്തിൽ വ്യക്തിപരമായിട്ട് തന്നെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഈശ്വരൻ നമ്മുടെ ശരീരത്തിലൂടെ നൽകിയിട്ടുള്ളൂ. ആ ശരീരത്തിന് എന്തെങ്കിലും കുറവ് വന്നു കഴിഞ്ഞാൽ അതിനാവശ്യമുള്ളതൊക്കെ 50% പ്രകൃതിയിൽ അഗ്നിയുടെ രൂപത്തിലും ആകാശത്തിന്റെ രൂപത്തിലും വായുവിന്റെ രൂപത്തിലും ജലത്തിന്റെ രൂപത്തിലും ഭൂമിയുടെ രൂപത്തിലും അന്നത്തിന്റെ രൂപത്തിലും ഇങ്ങനെ പല രൂപത്തിലും ഭാവത്തിലും നമുക്ക് പ്രത്യക്ഷമാണ്. അതിനെ കൂടി യഥാവിധി സംരക്ഷിച്ച് അതിലും വ്യക്ത ഉപാസന എന്ന് പറയുന്നത് ഈ പറയുന്ന നമ്മുടെ ശരീരത്തെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, പരിരക്ഷിക്കണം. അതാണ് ആദ്യത്തെ വ്യക്തോപാസന. ഇനി ആ ശരീരം സംരക്ഷിക്കണമെങ്കിൽ പ്രകൃതിയെ ആദരിക്കണം, ബഹുമാനിക്കണം, ശുശ്രൂഷിക്കണം, അതിനെ പരിപോഷിക്കണം, അതിനെ യഥാവിധി ഉപയോഗിക്കാൻ തക്കവണ്ണം തയ്യാറാക്കി നിർത്തേണ്ടതും നമുക്ക് എപ്പോഴെപ്പോഴും ആവശ്യം വരുന്നോ അതനുസരിച്ച് കൊണ്ട് അതിനെ ഉപയോഗിക്കാൻ സാധിക്കണമെങ്കിൽ അതിനെ കൂടി നമ്മൾ വ്യക്തോപാസനയിലൂടെ സംരക്ഷിക്കപ്പെടണം. അത് കഴിഞ്ഞാലാണ് അവ്യക്തോപാസന. വ്യക്തോപാസനയിലൂടെ അല്ലാതെ അവ്യക്തോപാസനയിലേക്ക് ആർക്കും എത്താൻ സാധ്യമല്ല. ആത്മദർശനത്തിലൂടെ അല്ലാതെ, തൻ്റെ ശരീരത്തിലുള്ള ആത്മദർശനത്തിലൂടെ അല്ലാതെ പരമാത്മാ ദർശനത്തിലേക്ക് ആർക്കും എത്താൻ സാധ്യമല്ല. അതുകൊണ്ട് വ്യക്തോപാസനയ്ക്കാണ് ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത്. അതിൽ ശ്രേഷ്ഠത വരുത്തുമ്പോഴാണ് നമ്മുടെ ശരീരത്തിലുള്ള ശക്തികളെ പറ്റി തന്നെ നമുക്ക് യഥാർത്ഥത്തിൽ അവബോധം ഉണ്ടാകുകയുള്ളൂ. അതുകൊണ്ട് ആ വ്യക്തോപാസനയിൽ നിന്ന് അവ്യക്തോപാസനയിലേക്ക് പോകുമ്പോൾ പലതരത്തിലുള്ള ക്ലേശങ്ങളും ഉണ്ടാകാം. നമ്മുടെ ശരീരം വ്യക്തമാണ്. ശരീരത്തെ യഥാവിധി സംരക്ഷിക്കപ്പെട്ടാൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ജീവൻ തന്നെ ഭഗവാന്റെ സ്വരൂപമാണ്. നമുക്ക് കണ്ണു തുറന്നിരിക്കുമ്പോൾ നമ്മുടെ ശരീരം കാണാൻ, കണ്ണടച്ചാൽ നമ്മുടെ ശരീരം തന്നെ കാണാതെയാകും. എന്നാൽ കണ്ണടച്ചിരുന്നാലും നമ്മുടെ ശരീരത്തെ പറ്റി നല്ല ബോധവും ശരീരത്തിന്റെ അംഗപ്രത്യങ്ങളെ പറ്റി നമുക്ക് നല്ല ബോധവുമുണ്ട്. ഈ ബോധമാണ് യഥാർത്ഥത്തിൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഞാൻ എന്ന ബോധത്തെ ഉണ്ടാക്കി തരുന്ന ആ ശക്തിയാണ് യഥാർത്ഥത്തിൽ അവ്യക്ത സ്വരൂപമായിരിക്കുന്ന ഈശ്വരന്റെ സ്വരൂപം. അതാണ് ആത്മസ്വരൂപം. അത് പ്രത്യക്ഷത്തിൽ നമുക്ക് ശരീരത്തോടുകൂടി ഇരിക്കുമ്പോൾ മാത്രമേ അത് ചിന്തയിലും വാക്കിലും പ്രവൃത്തികളിലും നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കൂ. ശരീരം മുഴുവൻ ഓൾ ബോഡി CT സ്കാൻ നടത്തിയാലും ശരീരത്തിലിരിക്കുന്ന ജീവനെ നമുക്ക് കാണാൻ സാധ്യമല്ല. അതിന്റെ നാമരൂപത്തിലോ നൈനം ചിന്തന്തി സസ്രാണി നൈനം ദഹതി ഭാവക നൈതൈനം ക്ലേദയന്ത്യാവോ ഞാൻ ശോഷിയതി മാരുത എന്നൊക്കെ ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആ ജീവാത്മാവ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ ശരീരത്തിലെ ഒരു രോമാഗ്രം എടുത്ത് 1000 കഷ്ണങ്ങളാക്കി മുറിച്ചാൽ അതിലൊരു അംശം മാത്രമാണ് ജീവൻ. അതുകൊണ്ട് ആ ജീവാത്മാവിനെ യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ കാണാനോ കേൾക്കാനോ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധ്യമല്ലാത്തതാണ്. അതുകൊണ്ട് ആ ശക്തിയെ ഉപാസിക്കലാണ് വ്യക്താവസ്ഥയിലെ വ്യക്തമായിരിക്കും വ്യക്തിപരമായിട്ടിരിക്കുന്ന ശരീരം ഉള്ളിടത്തോളം കാലം മാത്രമേ ഈ അവ്യക്ത സ്വരൂപമായിരിക്കും ഈശ്വരനെ ഉപാസിക്കാൻ നമുക്ക് സാധിക്കുള്ളൂ. അപ്പൊ ആദ്യം വ്യക്തമായിരിക്കുന്ന ശരീരത്തെ ആയുരാരോഗ്യത്തോടെ സംരക്ഷിച്ച് അതിൽ അവ്യക്തമായിരിക്കുന്ന ജീവാത്മഭാവത്തെ ആണ് നമ്മൾ യഥാർത്ഥത്തിൽ ഭക്തിയിലൂടെ ആ അഷ്ടാംഗ യോഗത്തിലൂടെ സമാധി അവസ്ഥയിലേക്ക് എത്തുന്നത് വരെ അതിനെ ധാരണ ചെയ്ത് ധ്യാനം ചെയ്ത് അതിനെ യഥാർത്ഥത്തിൽ സാക്ഷാത്കരിക്കുക എന്ന് പറഞ്ഞാൽ ആ ശക്തി എന്തെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനെ ചിന്തയിലും നമ്മുടെ വാക്കിലും പ്രവൃത്തികളിലും ഉപയോഗിക്കാൻ സാധിക്കത്തക്കവണ്ണം അതിനെ ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് യഥാർത്ഥ ഭക്തിയോഗത്തിന്റെ ലക്ഷ്യം. പക്ഷേ അവ്യക്ത ഉപാസന ചെയ്യണമെന്നുണ്ടെങ്കിൽ അത്ര എളുപ്പമല്ല എന്ന് ഭഗവാൻ തന്നെ പറയുന്നുണ്ട്.
ഏത്വക്ഷരം അനിർദ്ദേശം അവ്യക്തം പര്യുപാസതേ സർവത്ര കമചിന്യം ച ഗൂഢത്വം അജലം ധ്രുവം സംനിയമേന്ദ്രിയ ഗ്രാമം സർവത്ര സമബുദ്ധയാ തേ പ്രാപ്നുവന്തി മാമേവ സർവഭൂതഹിതേരത. ഈ അവ്യക്ത സ്വരൂപമായിട്ടുള്ള ഉപാസനയാണ് ശ്രേഷ്ഠമായ ഭക്തിമാർഗം എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷെ അത് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ക്ലേശങ്ങൾ ഉണ്ടാകും. ക്ലേശവും അധികതരശേഷാം അവ്യക്താസ ചേതസാം അവ്യക്താഹി ഗതിർ ദുഃഖം ദേഹവിർ അവ്യവ്യാപ്യതേ എന്ന് പറഞ്ഞാൽ ശരീരത്തിന് വരെ ക്ലേശം ഉണ്ടാക്കും. നമ്മുടെ ശരീരത്തിൽ തന്നെയുള്ള അവ്യക്തമായിരിക്കുന്ന ആത്മാവിനെ ഉപാസിച്ച് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുന്നത് നമ്മുടെ ശരീരത്തിന് തന്നെ ക്ലേശം ഉണ്ടാക്കും. അപ്പോൾ പിന്നെ പ്രപഞ്ച സ്വരൂപമായിരിക്കുന്ന പരമാത്മാവിനെ ഉപാസിക്കണമെങ്കിലോ ആദ്യം നമ്മുടെ ശരീരത്തിലുള്ള സാക്ഷാത്കരിക്കാതെ ഈ പ്രപഞ്ച സ്വരൂപം പ്രപഞ്ചത്തിന്റെ ഗുരുവായിരിക്കുന്ന ഗുരുവായൂരപ്പനെ സാക്ഷാത്കരിക്കാൻ ആർക്കും സാധ്യമല്ല. അപ്പൊ നമ്മുടെ ശരീരത്തിൽ ഗുരുവായൂരപ്പനെ കണ്ടെത്തണം. അത് വളരെ ക്ലേശമാണ്. ശരീരത്തിൽ വരെ ക്ലേശം ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനു വേണ്ടി പുറപ്പെട്ടാൽ നമ്മൾ തന്നെ ആദ്യം നമ്മുടെ സ്വഭാവം കൊണ്ട് തടസ്സമുണ്ടാക്കും. അതിനെ അഥവാ ജയിച്ചാൽ, തടസ്സമുണ്ടാക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി ഈ 5 ഗുണങ്ങളെ ഉപയോഗിക്കാൻ ശ്രമിച്ചാൽ ഇത് തന്നെ നമുക്ക് സാധിക്കാത്ത അവസ്ഥയിൽ നമ്മൾ തന്നെ അതിന്റെ മാറ്റങ്ങൾ സ്വഭാവത്തിൽ, പ്രത്യേകിച്ചും കലിയും കൂടെ ആയതുകൊണ്ട് 25% നമുക്ക് ഈ ധർമ്മബോധമുള്ളൂ, ബാക്കി 75% കലി സ്വഭാവമാണ്. അതുകൊണ്ട് നമ്മൾ തന്നെ ഇതിനൊക്കെ തടസ്സം നിൽക്കും. ഇനി അതിനെയൊക്കെ അതിക്രമിച്ച് നിങ്ങൾ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയമൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവ്യക്ത ഉപാസന ചെയ്യാൻ തുടങ്ങിയാൽ തന്നെയോ ശരീരം ക്ലേശമുണ്ടാക്കും, പിന്നെ കൂടെയുള്ളവർ ക്ലേശമുണ്ടാക്കും, സമൂഹം തടസ്സമുണ്ടാക്കും. ഇങ്ങനെ 3-4 ഘട്ടങ്ങൾ ക്ലേശങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ്. അതുകൊണ്ട് നമ്മളിപ്പോ അനായാസേന കാര്യങ്ങളൊക്കെ നടക്കണമെന്നൊക്കെ കൊണ്ട് സുച്ചിട്ട കാര്യം നടക്കണമെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കുന്നവരാ. അതുകൊണ്ട് എളുപ്പത്തിൽ കുറച്ചെങ്കിലും ക്ലേശം സഹിക്കാൻ ആരും തയ്യാറില്ല. ഒരടി നടക്കാൻ പോലും തയ്യാറില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ ഒരു റൂമിൽ നിന്ന് മറ്റൊരു റൂമിലേക്ക് പോകാൻ വരെ വാഹനം വേണമെന്നുള്ള അവസ്ഥയിൽ നമ്മൾ നടക്കുന്നവരാ. അപ്പൊ ഇത്തരത്തിൽ ക്ലേശങ്ങൾ അനേകമാണ് അവ്യക്ത ഉപാസനയ്ക്ക്. പലതരത്തിലുള്ള സമൂഹം തന്നെ നിങ്ങളെ യഥാർത്ഥ മാർഗത്തിൽ നിന്നും വ്യതിചലിപ്പിക്കാൻ ശ്രമിക്കും. പലതരത്തിലുള്ള എത്ര തന്നെ നല്ല കാര്യം ചെയ്താലും അതിന് നന്മയും തിന്മയും ഉണ്ട്, ഗുണവും ദോഷവും ഉണ്ട്. അപ്പൊ അത് പ്രകടമാക്കുന്നവരും സമൂഹവും നമ്മളെ യഥാർത്ഥ വഴിയിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു എന്നിരിക്കും. അങ്ങനെ ക്ലേശങ്ങളിൽ നിറഞ്ഞതാണ് യഥാർത്ഥ അവ്യക്ത ഉപാസനയിലേക്ക് പോകുമ്പോൾ. അതുകൊണ്ട് അതിന് നിരന്തരമായ അഭ്യാസം തന്നെ വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ശരീരം ഉപയോഗിച്ചുകൊണ്ട് തന്നെ നിരന്തരമായ അഭ്യാസം കൊണ്ട് മാത്രമേ ഈ അവ്യക്ത ഉപാസന സാധ്യമാക്കൂ. അതിനെ ഭഗവാൻ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഏത് സർവാണിഞ്ഞ അത് അഭ്യാസം ചെയ്യുന്നത് തന്നെ എല്ലാ കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് ചെയ്യുക. ഏത് സർവാണി കർമാണി മയി സന്യസ്യമൽപര അനന്യേനൈവ യോഗേന മാം ധ്യായന്ത ഉപാസതേ തേഷാമഹം സമുദ്രത്ത മൃത്യു സംസാര സാഗരാത് ഭവാമിനാ ചിരാത് ഭർത്താ മയ്യാവേശിത ചേതസ. അപ്പോ അല്ലയോ അർജുന, സകല കർമ്മങ്ങളും കൊണ്ട് എന്നിൽ തന്നെ അർപ്പിച്ചുകൊണ്ട് എന്നെ തന്നെ പരമം ആശ്രയമായിക്കൊണ്ട് നീ എനിക്കായിക്കൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. എന്നിൽ തന്നെ മനസ്സിനെയും ബുദ്ധിയെയും ഉറപ്പിച്ചു നിർത്തുക. മയ്യാവേശ മനോയമാം നിത്യയുക്ത ഉപാസതേ മയ്യാവേശ മനോയമാം മയി ബുദ്ധി നിവേശയാ നിവശിഷ്യ മയേവ അതഊർത്തം ന സംശയ അതചിത്തം സമാധാതും ന ശക്നോഷി മയി സ്ഥിരം അഭ്യാസയോഗേന തതോ മാമിച്ഛാബ്ദം ധനഞ്ജയ. അപ്പൊ ഈ ഭഗവാനെ വിചാരിച്ചുകൊണ്ട് എല്ലാവിധ കർമ്മങ്ങളും ചെയ്യുക. അങ്ങനെ എന്നെ ഉപാസിച്ചാൽ തന്നെ അവ്യക്ത ഉപാസനയിലേക്ക് എത്താൻ സാധിക്കും. മനസ്സുകൊണ്ട്, മനസ്സ് അവ്യക്തമാണ് നമുക്ക്. അപ്പൊ ആ മനസ്സിനെ ഏകാഗ്രമാക്കി എടുത്താൽ നമ്മൾ അടുക്കളയിൽ പോയി പണിയെടുത്താലും വേണ്ടില്ല, പുറത്ത് ഏത് കർമ്മങ്ങളിൽ ഏർപ്പെട്ടാലും വേണ്ടില്ല, ഏത് ജാതി മത ചിന്തയുള്ളവരായാലും വേണ്ടില്ല, ഏത് കർമ്മങ്ങളിൽ അവരവരുടെ കർത്തവ്യ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അവിടെയൊക്കെ ഈശ്വരനെ സ്മരിച്ചുകൊണ്ട് ചെയ്താൽ അത് ഏറ്റവും അവ്യക്ത ഉപാസനയിലേക്ക് എത്താനുള്ള എളുപ്പമാർഗമാണ്. അതിന് നിരന്തരം അഭ്യാസം ചെയ്യൂ, നിരന്തരമായിട്ട് പ്രാക്ടീസ് ചെയ്യൂ. അത് വല്ലപ്പോഴും ഒരിക്കൽ ചെയ്യേണ്ട കാര്യമല്ല. കേവലം പുസ്തകജ്ഞാനം കൊണ്ട് സാധ്യമല്ല. നമ്മൾ പലതും യോഗയും ഇല്ലെങ്കിൽ ആർട്ട് ഓഫ് ലിവിങ്ങും ഇങ്ങനെ യോഗ മാർഗങ്ങളും അഷ്ടാംഗ യോഗവും ഒക്കെ ശീലിച്ചാൽ തന്നെ അത് സ്വഭാവത്തിൽ ഒരു 6 മാസത്തിൽ കൂടുതൽ നിലനിർത്താൻ സാധിക്കില്ല. കാരണം എന്താ, അത് നിലനിർത്താൻ ക്ലേശങ്ങൾ ഉള്ളത് കൊണ്ട് അതിനെ വിട്ടുകളയും. അത് 6 മാസം കഴിഞ്ഞ് പലരോടും ചോദിച്ചാൽ തന്നെ ഇത് ഞാൻ പകുതി വഴിയിൽ ഉപേക്ഷിച്ചു, ഇപ്പൊ അതൊന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്നവരധികം. കാരണം ഈ ക്ലേശം ഒരേപോലെ നിലനിർത്തിക്കൊണ്ട് ആദ്യമുള്ളൂ അത് കുറെ ക്ലേശങ്ങൾ. ഇത് നമ്മുടെ സ്വഭാവം, ജീവിതത്തിന്റെ ഒരു ഭാഗമായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ ഒരു ക്ലേശവുമില്ല. ഞാനിപ്പോ 18 വർഷമായിട്ട് ഇതൊന്നും മുടക്കാതെ ചെയ്യുന്നുണ്ടല്ലോ.
കൃത്യനിഷ്ഠയും ഭക്തിയും വിവേചന ശക്തിയും ദൃഢനിശ്ചയവും ത്യാഗമനസ്യവും എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതലായിട്ട് പ്രാധാന്യം കൊടുത്തുകൊണ്ട് അനുഷ്ഠിക്കേണ്ടത് എന്താണെന്ന് തീരുമാനിച്ചാൽ അത് നിത്യമായിട്ട് ചെയ്ത് ശീലിച്ചാൽ അത് നമ്മുടെ സ്വഭാവത്തിന്റെ ഒരു ഭാഗമായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പം ആ അഭ്യാസം ശനൈശനൈരു പരമേ ബുദ്ധ്യാതി ഗഹീതയ ആത്മസംസ്ഥ മനക്കത്വാന കിഞ്ചിതവിചിതയെ, അത് തുടരെയുള്ള ശ്രമം കൊണ്ട് നീ അഭ്യാസം ചെയ്ത് എന്നെ പ്രാപിക്കാനില്ലെങ്കിൽ എന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിച്ചാലും, ഇനി അതും സാധ്യമല്ലെങ്കിലോ അധൈതമിതി അശക്തോസി കർത്തും ഉദ്യോഗമാശ്രിത സർവകർമ്മ ഫലത്യാഗം തത്കുരും യഥാത്മവാൻ. ഇനി ഈ പറയുന്ന മാർഗം ഒന്നും ക്ലേശങ്ങൾ സഹിക്കാൻ തയ്യാറല്ലെങ്കിൽ എന്ത് ചെയ്യണം? സർവകർമ്മ ഫലത്യാഗം, നിഷ്കാമകർമ്മം ചെയ്തും എന്നെ പ്രാപിക്കാൻ സാധിക്കും. ഇങ്ങനെ 3-4 മാർഗങ്ങൾ ഭഗവാൻ വളരെ ലളിതമായിട്ട് പറയുന്നുണ്ട്. അപ്പൊ ഇതിൽ ഏതെങ്കിലും നമുക്ക് തോന്നുന്നു സർവകർമ്മ ഫലത്യാഗം ഒന്നിൽ നിന്ന് മറ്റൊന്നിലേക്ക് ഭഗവാൻ വിരൽ ചൂണ്ടുമ്പോൾ നമുക്ക് അത് എളുപ്പമായിട്ട് തോന്നും. പക്ഷെ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം മനസ്സാണ് എല്ലാത്തിനും പ്രശ്നം. അതുകൊണ്ട് ശ്രേയോഗിജ്ഞാനം ഇതിൽ ഏതാണ് ശ്രേഷ്ഠം എന്നുകൂടി ഭഗവാൻ എടുത്തു പറയുന്നു. 3-4 മാർഗങ്ങൾ പറയുന്നുണ്ട്. നിരന്തര അഭ്യാസം കൊണ്ട് എന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ സർവ കർമ്മങ്ങളും എനിക്കായിക്കൊണ്ട് സമർപ്പണം ചെയ്ത് എന്നെ സ്മരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. ഇതും സാധ്യമല്ലെങ്കിൽ കർമ്മത്തിന്റെ ഫലത്തെ ത്യജിക്കുക, അതായത് കർമ്മ ഫല ത്യാഗം. ഇതിലേതാണ് ശ്രേഷ്ഠം? ശ്രേയോഗിജ്ഞാനം അഭ്യാസ ജ്ഞാനാധ്യാനം വിശിഷ്യതേ ധ്യാനാത് കർമ്മ ഫലത്യാഗ ത്യാഗാചാന്തിരനന്തരം. അപ്പം ഏറ്റവും ശ്രേഷ്ഠം ജ്ഞാനമാണ്. ആ ജ്ഞാനം ലഭിക്കണമെങ്കിൽ അഭ്യാസം വേണം. അഭ്യാസമാണ് ശ്രേഷ്ഠം. അഭ്യാസം നിരന്തരം ചെയ്ത് ജ്ഞാനം ലഭിച്ചു കഴിഞ്ഞാൽ ജ്ഞാനത്തിനാണ് ശ്രേഷ്ഠത. പക്ഷെ ജ്ഞാനത്തെക്കാൾ ശ്രേഷ്ഠം ധ്യാനമാണ്. കാരണം കിട്ടിയ അറിവ് അത് ഗുണദോഷങ്ങൾ നിറഞ്ഞതാണ്. അതിൽ ഗുണത്തെ തിരിച്ചറിയുന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി പരിയാലോചിക്കുന്നത് ആ വിഷയം ചിന്തിക്കുന്നതാണ് ധ്യാനം. അപ്പൊ ആ ധ്യാനത്തെക്കാൾ ശ്രേഷ്ഠമാണ്. ധ്യാനത്തിലൂടെ നമുക്ക് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എത്താൻ സാധിക്കും, സമാധി സ്ഥിതിയിലേക്ക് എത്താൻ സാധിക്കും. അത് നമുക്ക് ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ എളുപ്പമുള്ള മാർഗം എന്താ? സർവകർമ്മ ഫലത്യാഗം ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് പറയുന്നു. പക്ഷെ നമുക്ക് പറയുമ്പോൾ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. ഫലത്തെ ഉപേക്ഷിക്കാൻ ഒരിടത്തും പറയാം. തെറ്റായിട്ട് വ്യാഖ്യാനിക്കപ്പെടരുത്. അങ്ങനെ വ്യാഖ്യാനിക്കപ്പെടുന്നുണ്ട്. അപ്പൊ യഥാർത്ഥത്തിൽ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുകയാണ് ഏറ്റവും ശ്രേഷ്ഠമായ ഭക്തിയോഗത്തിന് മാർഗം. അതിൽ നിന്ന് കർമ്മബന്ധനങ്ങൾ ഉണ്ടാവില്ല, പുണ്യപാപങ്ങൾ ഉണ്ടാവില്ല. സംസാര ബന്ധനത്തിൽ നിന്ന് മുക്തി നേടി ആ നാമസങ്കീർത്തനം യസ്യ സർവഭാവ പ്രനാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിമ്പദം. നാമസങ്കീർത്തനം ചെയ്യുന്നത് പോലും എനിക്ക് ഇന്നത് കിട്ടണം എന്ന് വിചാരിച്ച് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താൽ അതിൽ അന്ധകരണ ശുദ്ധി ഉണ്ടാകും. അതിൽ നിന്ന് ഈശ്വര സാക്ഷാത്കാരത്തിലേക്ക് എളുപ്പം എത്താനും സാധിക്കും. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായ മാർഗം എന്താ? നിഷ്കാമകർമ്മം, അതായത് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ഇനി അതിൽ ഏതെങ്കിലും തരത്തിൽ ഇഷ്ടഭോഗങ്ങൾ, നിങ്ങൾക്ക് അവിചാര പ്രകൃതിയുടെ സ്വഭാവം, നന്മ ചെയ്താൽ നന്മയും തിന്മ ചെയ്താൽ തിന്മയും ഫലേച്ഛ ഇല്ലെങ്കിൽ തന്നെ നമുക്ക് കിട്ടും. അപ്പൊ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത എന്ന് ഇതിനു മുമ്പ് ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ കിട്ടിയാലും ശരി കിട്ടിയില്ലെങ്കിലും വേണ്ടില്ല, അവിടെയൊക്കെ സമചിത്തത നിലനിർത്തിക്കൊണ്ട് യോഗസ്ഥനായിക്കൊണ്ട് കർമ്മം ചെയ്യാൻ നമ്മൾ തയ്യാറാകണം. യോഗസ്ഥക്ക് ഒരു കർമാണി സംഘം തെക്വാ ധനജയ സിദ്ധ്യസിദ്ധ്യോ സമോഭൂത്വ സമത്വം യോഗ ഉച്ചത. ഇതാണ് ശ്രേഷ്ഠമായ മാർഗം. ഒരവ്യക്തോപാസനയ്ക്കും ഇല്ലെങ്കിൽ വ്യക്തോപാസനയ്ക്കും ബുദ്ധിമുട്ടുള്ളവർക്ക് എളുപ്പമാർഗമാണ് പറയുന്നത്. ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. ഫലം എന്ത് കിട്ടിയാലും പഞ്ചമഹായജ്ഞങ്ങളിലൂടെ അത് ഉപയോഗിച്ച് അതിൽ ശുദ്ധി വരുത്തുക. നമ്മൾ എന്ത് വെച്ചാലും സ്വന്തമായിട്ട് എടുത്തു വെക്കരുത്. എടുത്തു വെച്ചാൽ അത് എൻ്റെ എന്ന് പറഞ്ഞ് എടുത്തു വെച്ചാൽ അവർ ഭഗവാന്റെ മുമ്പിൽ കള്ളന്മാരായിട്ട് മാറും. കർമ്മയോഗത്തെ സ്പഷ്ടമാക്കി തരുന്നുണ്ട്. അതുകൊണ്ട് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യുക. എന്നാലും പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് നമുക്ക് ഇഷ്ടഭോഗങ്ങളെ ലഭിക്കും. ഇഷ്ടഭോഗങ്ങൾ എന്ത് തന്നെ ഏത് മാർഗത്തിലൂടെ നിങ്ങളുടെ മുമ്പിൽ വന്ന് ഭവിച്ചാലും വേണ്ടില്ല, അതിനെ 5 ഭാഗിച്ച് ദേവയജ്ഞം, പിതൃയജ്ഞം, അതിഥിയജ്ഞം, നിർയജ്ഞം, നിയതയജ്ഞം എന്നിങ്ങനെ പഞ്ചമഹായജ്ഞങ്ങൾ ഞാൻ വ്യാഖ്യാനിക്കുന്നത്, നിങ്ങൾ നിത്യജീവിതത്തിൽ 5 രൂപ നിങ്ങൾക്ക് ഇഷ്ടഭോഗമായിട്ട് ലഭിച്ചാൽ അതിനെ 5 ഭാഗിക്കുക. 1 രൂപ ദേവകാര്യങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുക. 1 രൂപ പിതൃകാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞാൽ നമ്മുടെ കാരണവന്മാരെ സംരക്ഷിക്കുന്നതിൽ ജീവിച്ചിരിക്കുന്നവരെ ആദ്യം തന്നെ സംരക്ഷിക്കണം. അവരെ ഒരു കാരണവശാലും ദുഃഖിപ്പിക്കരുത്. അവരെ യഥാവിധി സംരക്ഷിക്കണം. അവരുടെ കാലശേഷം അവരുടെ സാധാതി കർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട് 1 ഭാഗം മാറ്റിവെക്കണം. പിന്നെ വിളിച്ചു പറയാതെ അല്ലെങ്കിൽ മുൻകൂട്ടി തീരുമാനം ഇല്ലാതെ ഏത് രൂപത്തിൽ ഏത് ഭാവത്തിലും നിങ്ങളുടെ അതിഥി രൂപത്തിൽ നിങ്ങളുടെ സമീപത്തെത്തിയാൽ അവരെ ആദരിക്കാനും ബഹുമാനിക്കാനും ശുശ്രൂഷിക്കാനും വേണ്ടിയിട്ട് 1 ഭാഗം മാറ്റിവെക്കണം. പിന്നെ നിർയജ്ഞം എന്ന് പറയുന്നത് 1 രൂപ ദാനകർമ്മം, താൻ ഒഴിച്ച് മറ്റുള്ളവർക്ക് കൊടുക്കുന്നതൊക്കെ ദാനകർമ്മങ്ങളാണ്. അത് മറ്റുള്ളവർക്ക്
ദാനകർമ്മങ്ങൾക്ക് വേണ്ടിയിട്ട്, അത് അന്നദാനമായിട്ടോ വസ്ത്രദാനമായിട്ടോ നിങ്ങൾക്ക് യുക്തിസഹജമായിട്ട് ആവശ്യമുള്ളവർക്ക് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അങ്ങനെ കൊടുത്ത് അതിൽ ശ്രേഷ്ഠത നേടുക. 1/5 സ്വന്തമായിട്ട് എടുക്കാം. അതായത് അവരവരുടെ ശരീരം സംരക്ഷിക്കുന്നതിന് ആവശ്യമായിട്ടുള്ളത് ഒരു ഭാഗം നിങ്ങൾക്ക് സ്വന്തമായിട്ട് എടുക്കാം. ഇതാണ് നമുക്ക് ഫലം കിട്ടാതിരിക്കില്ല. കിട്ടിയാൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ഇത്തരത്തിൽ ഓരോ വ്യക്തികളും ഇത്തരത്തിൽ ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് ജീവിക്കുകയും ഒരു കുടുംബം സംരക്ഷിക്കപ്പെടാനും ഒരു രാഷ്ട്രം സംരക്ഷിക്കപ്പെടാനും പോലും ഈ പഞ്ചമഹായജ്ഞങ്ങളുടെ മാർഗം ശ്രേഷ്ഠമായിരിക്കും എന്ന് പറയാൻ നിങ്ങളുടെ ഖജനാവ് ഒരിക്കലും നിങ്ങൾ കിട്ടുന്ന ഏത് തരത്തിലുള്ള സമ്പത്തും ഇല്ലെങ്കിൽ പ്രകൃതിയിൽ നിന്ന് ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്താലും പ്രകൃതിയുടെ ഗുണങ്ങളെ കൊണ്ട് ഇഷ്ടഭോഗങ്ങൾ കാമധേനുവിനെ പോലെ വർഷിക്കും എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. സഖയജ്ഞ പ്രജാസിഷ്ട പുരോപാച പ്രജാപതി അനേന പ്രസവിഷ്യത്വം യശവോസിഷ്ട കാമത്. അപ്പൊ നമ്മള് സർവകർമ്മ ഫലത്യാഗത്തിലൂടെ എങ്ങനെ കർമ്മം ചെയ്യണമെന്ന് ഭഗവാൻ കൃത്യമായിട്ട് കർമ്മയോഗത്തിൽ പറയുന്നുണ്ട്. അപ്പൊ അതേ ഭാവനയിൽ ഭഗവാൻ എങ്ങനെയാണോ നമ്മളെ സൃഷ്ടിക്കുന്നത്, ആവശ്യമായതൊക്കെ കാമധേനുവിനെ കൊണ്ട് നൽകിക്കൊണ്ട് നമ്മൾ ഈശ്വരനെ ഭജിക്കുന്നവർക്കും ഭജിക്കാത്തവർക്കും എല്ലാവർക്കും നമുക്ക് ജീവിക്കാനുള്ളതൊക്കെ കിട്ടുന്നുണ്ടല്ലോ. അത് കാമധേനുവിനെ പോലെ പ്രകൃതി തന്നെ അനുഗ്രഹിച്ച് നൽകുന്നതാണ്. അപ്പൊ നമ്മൾ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാൻ വേണ്ടിയിട്ടും കർമ്മയോഗത്തിൽ തന്നെ ശ്രേഷ്ഠമായ ഒരു ഉപദേശം നൽകുന്നുണ്ട്. ദേവാൻ ഭാവയതാൻ ഏനതേ ദേവ ഭാവയന്തുവാക പരസ്പരം ഭാവയന്തക ശ്രേയപരമാവാപ്സിത. ഭഗവാൻ ഏത് ഭാവനയോടെയാണ് നമ്മളെ സൃഷ്ടിച്ചത്, അതേ ഭാവനയോടെ നിങ്ങൾ ദേവന്മാരെ പരിപോഷിപ്പിക്കൂ എന്ന് പറഞ്ഞാൽ ഈ പ്രകൃതിയെ ആദരിക്കൂ, ബഹുമാനിക്കൂ, ശുശ്രൂഷിക്കൂ, പരിരക്ഷിക്കൂ. കാരണം ഈ പ്രകൃതി സങ്കല്പത്തിൽ എല്ലാത്തിലും തൂണിലും തുരുമ്പിലും ആകാശത്തിലും അഗ്നിയിലും ഭൂമിയിലും ജലത്തിലും എന്ന് വേണ്ട എല്ലാത്തിലും ഭഗവാന്റെ ഗുണങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതിനെയൊക്കെ പരിപോഷിപ്പിക്കൂ. അങ്ങനെ പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഇഷ്ടഭോഗങ്ങളെ നൽകും. ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാലും വീണ്ടും അവർക്കായിക്കൊണ്ട് പ്രകൃതിക്കായിക്കൊണ്ട് തന്നെ അത് സമർപ്പിച്ച് പരസ്പരം സഹവർത്തിയത്തിലൂടെ നിങ്ങൾ പരമമായ ശ്രേയസ്സിലേക്ക് എത്തൂ. ഒരിക്കലും ഭഗവാൻ ഒരു ജീവികളോട് ദുഃഖിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടില്ല. ദുഃഖിക്കരുതെന്ന് തന്നെ, നിങ്ങൾക്ക് ദുഃഖിക്കാൻ അവകാശമില്ലെന്നാണ് ഭഗവാൻ പറഞ്ഞേക്കുന്നത്. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ ദുഃഖങ്ങൾ അനുഭവിക്കുന്നത്? നിസ്സാര കാര്യങ്ങളിൽ പോലും നമ്മുടെ ഈ ഭൗതികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് ആധാരമായിട്ടിരിക്കുന്നത് എന്താണെന്ന് ചിന്തിക്കാതെ ഈ ഫലത്തിന്റെ പിന്നാലെ, കണ്ടതിന്റെയും കേട്ടതിന്റെയും പിന്നാലെ പരക്കം പാഞ്ഞോടി നടന്ന് തന്റെ ജീവിതം തന്നെ വ്യർത്ഥമാക്കി താപത്രയങ്ങളിലും ബന്ധനത്രയങ്ങളിലും പെത്തിട്ട് ഈ പരിഭ്രമിച്ച് നടക്കുന്നതല്ലാതെ ജീവിതം അനായാസന ജീവിക്കാൻ ആരും മനുഷ്യൻ പഠിച്ചിട്ടില്ല. നമ്മുടെ ശക്തി എന്താണെന്നോ നമ്മുടെ ശക്തിയുടെ സ്രോതസ് എന്താണെന്നോ, അതായത് അറിയേണ്ട വിധത്തിൽ അറിയാതെ ജീവിക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ മറ്റുള്ളവരെ മനസ്സിലാക്കുന്നതും മറ്റുള്ളവരെ മാർഗദർശനം കൊടുക്കുന്നതും. എല്ലാം അവിദ്യാദോഷങ്ങളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ പ്രപഞ്ചം. അപ്പൊ അതിനെ ജയിക്കണം എന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ നിഷ്കാമകർമ്മം എളുപ്പമാർഗമാണ്. നിങ്ങൾ അടുക്കളയിൽ പോയി പണിയെടുത്താലും വേണ്ടില്ല, ഏതേത് മേഖലകളിൽ പ്രവർത്തിക്കുന്നവരായാലും ഫല ഇച്ഛയില്ലാതെ ഞാനെന്ന ഭാവവും കർത്തൃത്വ അഭിമാനം, നമ്മൾ കേവലം നിമിത്തം മാത്രമാണെന്ന് വിചാരിച്ചുകൊണ്ട് അവരുടെ സ്വഭാവവും അവരുടെ കർമ്മവാസന അനുസരിച്ച് കർത്തവ്യ കർമ്മങ്ങൾ എന്ത് തന്നെയായാലും അത് ചെയ്തോളൂ. അത് ചെയ്യുമ്പോൾ ഫലേച്ഛയില്ലാതെ ചെയ്യുക. അതിൽ നിന്ന് അങ്ങനെയാണ് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് പ്രകൃതി തന്നെ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ഇഷ്ടഭോഗങ്ങൾ കിട്ടും. ഇഷ്ടഭോഗങ്ങളെ കിട്ടിയാൽ ഈ പഞ്ചമഹായജ്ഞങ്ങൾ അനുസരിച്ച് ഉപയോഗിച്ചാൽ അവൾ പവിത്രത വരും, കർമ്മശുദ്ധി വരും. പിന്നെ യഥാർത്ഥ ഭക്തനായിട്ട് തന്നെ മാറും. നിങ്ങൾ എനിക്ക് ഭക്തനാകണം എന്ന് ഭഗവാനോട് പ്രാർത്ഥിക്കേണ്ടത് വരെ ഫലേച്ഛയാണ്, അതുപോലും ആവശ്യമില്ല. നിങ്ങളെ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഭഗവാൻ പറഞ്ഞത്, ഗീതാശാസ്ത്രത്തിൽ പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് ജീവിച്ചാൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഭക്തനാകാനേ സാധിക്കും. യാതൊരു സംശയവും വേണ്ട. ഇനി ആ ഭക്തനായാൽ അവരുടെ ലക്ഷണമാണ് ഇനി പ്രധാനമായിട്ട് പറയുന്നത്. ഒരു ജീവിയോടും വിദ്വേഷമില്ലാതെയും എല്ലാറ്റിനോടും സ്നേഹവും കരുണയുള്ളവനായിട്ട് എന്നെ തന്നെ വിചാരവും, അതായത് എന്ത് ചിന്തിച്ചാലും പറഞ്ഞാലും ഭഗവാനെ വിചാരിച്ചുകൊണ്ട് കർമ്മങ്ങൾ ചെയ്യുക. സുഖദുഃഖങ്ങളെ തുല്യമായിട്ട് കരുതുക, തൻ്റെതായിട്ടൊന്നും കരുതി വെക്കാതിരിക്കുക, എല്ലാവരോടും ക്ഷമാശീലത്തോട് പെരുമാറുക. ഇതൊക്കെ നമ്മുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളാണ്. ഉണ്ടാക്കണം. ഇതില്ലാത്ത സ്വഭാവശുദ്ധിയൊക്കെ നമ്മൾ ഉണ്ടാക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഗുരുവായൂരപ്പൻ പറയുന്നത്, അവിടെ പോയി തൊഴാൻ നിന്ന് കഴിഞ്ഞാൽ ഗുരുവായൂരപ്പൻ കാവൽക്കാരെ കൊണ്ട് പറയുന്നുണ്ട്, തൊഴുതുമാറൂ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെയൊക്കെ സ്വഭാവം മാറ്റിയിട്ട് വരാനാണ് ഭഗവാൻ പറയുന്നത്. ഏത് തരത്തിലുള്ള ഭഗവാന്റെ പ്രീതി നേടാൻ തക്കവണ്ണം ഭഗവാന്റെ സന്തോഷം, ഭഗവാനാണ് പ്രസാദിക്കേണ്ടത്. ഈ ഭൗതികമായിട്ടുള്ള വിഷയങ്ങൾ രമിച്ച് നടക്കുന്ന നമ്മുടെ ഇപ്പോഴത്തെ ഈ സ്വഭാവമൊന്നും ഭഗവാന് പ്രീതി ഉണ്ടാക്കി കൊടുക്കുകയൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ സന്തോഷിപ്പിക്കണം എന്നുണ്ടെങ്കിൽ
ഈ സ്വഭാവത്തിൽ മാറ്റം വരുത്തിയിട്ട് ചെല്ലാനാ പറയുന്നത്. അപ്പൊ അതുകൊണ്ട് മനസ്സും ബുദ്ധിയും ഭഗവാനിൽ തന്നെ അർപ്പിച്ചവനായിട്ട് കൊണ്ട് ആ ഒരു ഭാവത്തിലേക്ക് മാറിയിട്ട് വേണം ഭഗവാനെ ഗുരുവായൂർക്ക് കാണാൻ തന്നെ പോകാൻ. ഇപ്പൊ ആർക്കും ദൈവാധീനം കൊണ്ട് കാണാനും പോകാനും പറ്റില്ല. സ്വാതന്ത്ര്യത്തോടെ അകത്ത് കയറിയിട്ട് തൊഴാനും പറ്റില്ല. എന്താ കാരണം? നമ്മുടെയൊക്കെ സ്വഭാവം ശരിയല്ല. അതുകൊണ്ടാണ് ഇങ്ങോട്ട് ആരും വരണ്ടാന്ന് പോകാൻ പറയുന്നത്. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും അസ്വസ്ഥത ഉണ്ടാക്കരുത്. മറ്റുള്ളവർ ഏതെങ്കിലും വിധത്തിൽ നമ്മളെ അസ്വസ്ഥപ്പെടുത്താൻ ഇല്ലെങ്കിൽ അലോസരപ്പെടുത്താൻ ശ്രമിച്ചാൽ അതിലൊന്നും അലോസരപ്പെടുത്തുകയില്ല. പലതരത്തിലും നമ്മളെ യഥാർത്ഥ ഭക്തി മാർഗത്തിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ നമ്മുടെ കൂടെയുള്ളവർ തന്നെ, ബന്ധുക്കളായിട്ടോ ഇല്ലെ സുഹൃത്തുക്കളായിട്ടോ ഇല്ലെങ്കിൽ വിസിറ്റേഴ്സ് ആയിട്ടോ ഒക്കെ പലരും വന്നിട്ട് നമ്മളെ അതിൽ നിന്ന് വ്യതിചലിപ്പിക്കാൻ ശ്രമിച്ചു എന്നിരിക്കും. ഇത് ഭക്തി മാർഗത്തിന്റെ ഒരു പരീക്ഷണ ഘട്ടമാണെന്ന് കൂടി മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, നിങ്ങൾ ഈ ചെയ്യുന്നത് ഇങ്ങനെയല്ല ചെയ്യേണ്ടത്, ഇത് ആരും ചെയ്യാത്തതാണ്, ഇത് ചെയ്താൽ നിങ്ങളുടെ തലയിൽ ഇടുത്തി വീഴും എന്നൊക്കെ പറയുന്ന രീതിയിൽ നിങ്ങളെ വിഷമിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറുന്നതൊക്കെ പലതരത്തിലുള്ള അസ്വസ്ഥത ഉണ്ടാക്കി തരുന്നവരും നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഒരു കാരണവശാലും നമ്മളായിട്ട് ബുദ്ധിമുട്ടുണ്ടാക്കരുത്. ഇനി മറ്റാരെങ്കിലും തരത്തിൽ നിങ്ങളെ മാനസികമായിട്ടോ ശാരീരികമായിട്ടോ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചാലും അവിടെയൊന്നും നിങ്ങൾ ബുദ്ധിമുട്ടാതെ ഇരിക്കണമെങ്കിൽ ഭഗവാനെ അനന്യമായിട്ട് ശരണം പ്രാപിക്കുക തന്നെ വേണം. അങ്ങനെയുള്ളവർക്ക് നിർഭയത്വം സന്നേ വരും. പിന്നെ വികാര വിചാരങ്ങൾക്ക് അടിമയാകാതെ ശ്രദ്ധിക്കണം. ഈ പറയുന്നത് പലതരത്തിലും നമുക്ക് ക്ലേശങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഡെസ്പാകാനൊക്കെ ഇടവരും. അങ്ങനെ അസ്വസ്ഥതകളും വികാര വിചാരങ്ങൾക്ക് ഇടവരും. മനസ്സിൽ വെച്ചുകൊണ്ട് ചിലതും മറ്റുള്ളവരോട് പെരുമാറേണ്ട ഇടവരും, ശത്രുഭാവത്തിൽ പെരുമാറേണ്ട ഇടവരും. അപ്പം ഈ പറയുന്ന വികാര വിചാരങ്ങൾ, അതായത് കാമക്രോധ ലോഭാദി വികാര വിചാരങ്ങൾക്ക് അടിമയാകാതെ ഇരിക്കുന്ന അതിൽ നിന്നൊക്കെ മുക്തനായിരിക്കുന്ന ഭഗവാനെ ഏറ്റവും പ്രിയമാണെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ ഇന്ദ്രിയ വിഷയങ്ങളിൽ നല്ലോണം നിയന്ത്രണം ഉണ്ടായിരിക്കണം. ഒന്നിലും ആഹാരവിഹാരാദികളായിക്കോട്ടെ നിസാര കാര്യങ്ങളിൽ പോലും ലിമിറ്റിൽ കൂടുതൽ ആഗ്രഹങ്ങൾ വെച്ചു പുലർത്തുകയും കണ്ടതിൻ്റെയും കേട്ടതിൻ്റെയും പിന്നാലെ പരക്കം പായുന്ന സ്വഭാവം ആദ്യം തന്നെ നിർത്തണം. ആ അന്ധകരണ ശുദ്ധി ഏത് കർമ്മം ചെയ്താലും വേണ്ട, ചിന്തയും വാക്കും പ്രവൃത്തികളിലും നമ്മുടെ അന്ധകരണ ശുദ്ധിക്ക് ഉതകുന്നതായിരിക്കണം. ഒരിക്കലും അതൊരു ഭാരമായിട്ട് ചെയ്യരുതെന്നർത്ഥം. ഭാരമുണ്ടായാൽ അത് അന്ധകരണ ശുദ്ധിയല്ല. ചിന്തിക്കുന്നത് എന്താണോ, പറയുന്നത് എന്താണോ, പ്രവർത്തിക്കുന്നത് എന്താണോ, ഇത് മൂന്നും കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കാൻ ശ്രമിക്കണം. അപ്പം അതിലൊക്കെ ഒരിക്കലും ആരോടും പക്ഷപാതം, മക്കളോടായിക്കോട്ടെ, പുറത്തുള്ള ബന്ധുക്കളോടായിക്കോട്ടെ, മറ്റു സുഹൃത്തുക്കളോടായിക്കോട്ടെ, ഇടതുപക്ഷമായിക്കോട്ടെ വലതുപക്ഷമായിക്കോട്ടെ, പക്ഷപാതമില്ലാതെ നിഷ്കളങ്കമായിട്ട് നിഷ്പക്ഷമായിട്ട് നിന്നുകൊണ്ട് വേണം നമ്മുടെ ജീവിതത്തെ നയിക്കാൻ. അത് ഈശ്വര കാര്യങ്ങളിൽ പോലും ഈ ഫലേച്ഛയില്ലാതെ, നമുക്ക് ഈ ഫലേച്ഛയില്ലാതെ കർമ്മം ചെയ്യാന്ന് പറയുന്നത് എത്ര പറഞ്ഞാലും നമുക്ക് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ സാധിക്കാത്ത കാര്യമാണ്. അതിൽ ഏറ്റവും ആദ്യം തന്നെ ഞാൻ അതുകൊണ്ട് പറയുന്ന, ഈശ്വര കാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും ഒരു ക്ഷേത്രദർശനം നടത്തുകയോ ജപതപാദികൾ ചെയ്യുകയോ പൂജാതി കർമ്മങ്ങൾ ചെയ്യുകയോ ചെയ്യിപ്പിക്കുകയോ ഒക്കെ ചെയ്താലും അതിലൊന്നും പ്രത്യേക ഫലേച്ഛ ഇല്ലാതെ കർമ്മം ചെയ്യാൻ ആ കാര്യത്തിലെങ്കിലും ഒന്ന് ശ്രേഷ്ഠത വരുത്തുക. അതിൽ നിന്നേ നമുക്ക് ഈ പറയുന്ന പക്വതയൊക്കെ തന്നെ ഉണ്ടാവുള്ളൂ. യഥാർത്ഥ അനന്യ ചിന്തയിൽ നിന്നുണ്ടാകുന്ന യോഗം എന്ന് പറയുന്നത് തന്നെ ഈ സ്വഭാവ പരിവർത്തനമാണ്. അതായത് നമുക്ക് യോഗം എന്ന് പറയുന്നത് അപ്രാപ്യസ പ്രാപ്തി, നമ്മുടെ സ്വഭാവം മാറ്റുക എന്ന് പറയുന്നത് അപ്രാപ്യമായ കാര്യമാണ്. അത്ര എളുപ്പമൊന്നും സാധിക്കുന്ന കാര്യമല്ല. കാരണം അനേക ജന്മങ്ങളിൽ സ്വരൂപം കൂട്ടി അടിക്കുന്ന കർമ്മവാസനകളും അതിൽ നിന്നുണ്ടായിട്ടുള്ള ഗുണഭേദങ്ങളും ഒക്കെയാണ് നമ്മളെ ഈ സ്വഭാവത്തിൽ ഇന്ന് എത്തിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ സ്വഭാവത്തെ മാറ്റാനാണ് ഏറ്റവും വലിയ ക്ലേശം. അതുകൊണ്ട് ഈ സ്വഭാവത്തിൽ ശുദ്ധി വരുത്തിയാൽ മാത്രമേ അത് ഈശ്വരന് പ്രീതികരമായിട്ടുള്ള ഒരു സ്വഭാവത്തിലേക്ക് നമുക്ക് ഉയർത്തിക്കൊണ്ട് വരാൻ സാധിക്കൂ. അതിനു വേണ്ടിയിട്ടുള്ള മാർഗങ്ങളാണ് ഭക്തിയോഗത്തിൽ പറയുന്നതെന്നർത്ഥം. അപ്പൊ നമ്മുടെ ഈ പക്ഷപാതമില്ലായ്മ വേണം. മറ്റുള്ളവരോട് പെരുമാറുന്നതിൽ എപ്പോഴും വാക്കുകൊണ്ട് പോലും, ചിന്തയായിക്കോട്ടെ വാക്കായിക്കോട്ടെ പ്രവൃത്തി ആയിക്കോട്ടെ, ഒരു തരത്തിലും ആരെയും ഒരു കാരണവശാലും വേദനിപ്പിക്കുന്ന വിധത്തിൽ പെരുമാറാതിരിക്കരുത്. സ്വയം പെരുമാറരുത്. ഒരു കാരണവശാലും അത്തരത്തിൽ പെരുമാറരുത്. ഇനി മറ്റാരെങ്കിലും നമ്മളോട് പെരുമാറിയാൽ നമ്മൾ അതിലൊന്നും ഡിസ്റ്റർബ് ആകരുത്. ഇങ്ങനെ ആ ഇന്ദ്രിയ നിയന്ത്രണം, മനോനിയന്ത്രണം, ശരീരത്തിന്റെ എല്ലാവിധ ശക്തികളെയും വേണ്ട വിധത്തിൽ ഉപയോഗിക്കാൻ തക്കവണ്ണം പക്വത നേടണം. ഇതൊക്കെ ഭക്തിയുടെ ശ്രേഷ്ഠങ്ങൾ. പുതിയതായിട്ട് ഒന്നും ആരംഭിക്കാതിരിക്കുക. നമുക്ക് ഉള്ളതൊക്കെ നേരാവണ്ണം പുതിയതായിട്ട് സ്വഭാവമോ അഡിഷനോ ഒന്നും ഉണ്ടാക്കുന്ന ഒരു കർമ്മങ്ങളിലും ഇല്ലെങ്കിൽ മമതാബന്ധം കൂടിയിട്ട് പുതിയതായിട്ട് ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ പറയുന്ന കേട്ടിട്ട് ചാടിപ്പുറപ്പെട്ട് അതൊക്കെ ചെയ്യാൻ പോയി അതിലൊക്കെ കർമ്മബന്ധനം ഉണ്ടാക്കി വെക്കരുത്. അതുകൊണ്ടാണ് പുതിയതായിട്ട് ഉദ്യമങ്ങൾ ഒന്നും തുടങ്ങരുതെന്നൊക്കെ ഭഗവാൻ ഇതിൽ എടുത്തു പറയുന്നത്. അപ്പം സർവകർമ്മ പരിത്യാഗിയായിട്ടുണ്ട് തന്നെ ഇത്തരത്തിലുള്ള കർമ്മങ്ങൾ എന്ത് ചെയ്താലും അതിലൊക്കെ ഫലേച്ഛയില്ലാതെ കർമ്മങ്ങൾ, പ്രത്യേകിച്ചും ഈശ്വരകാര്യങ്ങൾ ചെയ്യുമ്പോഴെങ്കിലും
നമുക്ക് ഇന്നത് കിട്ടണം, ഇന്നത് വേണ്ടിയിട്ടാണ് ഞാനിതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ഭാവം ഇല്ലാതെ, ഫലേച്ഛയില്ലാതെ, അർപ്പണ ബോധത്തോടെ നിഷ്കാമ കർമ്മമായിട്ട് ചെയ്താൽ ഈ പറയുന്ന ഗുണങ്ങളൊക്കെ, സ്വഭാവ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് തന്നെ ഉണ്ടായിത്തീരുന്നതാണ്. പിന്നെ ഇഷ്ടപ്രാപ്തിയിൽ അമിതമായിട്ട് അതിൽ സന്തോഷം പ്രകടമാക്കോ ഇല്ലെങ്കിൽ അഹങ്കരിക്കാനോ ഇടവരരുത്. അനിഷ്ടപ്രാപ്തിയിൽ ദുഃഖിക്കരുത്. ഇത് പറയുന്ന സുഖം, ദുഃഖം, ചൂട്, തണുപ്പ് ഇതൊക്കെ പ്രകൃതിയുടെ സ്വഭാവമാണ്. ഇതൊക്കെ എന്ത് സംഭവിച്ചാലും ദ്വന്ദ്ഭാവങ്ങളൊക്കെ ഉൾക്കൊണ്ടുകൊണ്ട് സമചിത്തതയോടെ അതിനെയൊക്കെ നേരിടാൻ തയ്യാറാകണം. അപ്പം പുണ്യഭാവങ്ങളെ ഉണ്ടാക്കാതിരിക്കുന്ന കർമ്മങ്ങൾ അനുഷ്ഠിക്കണം. ഇങ്ങനെ ശത്രുവിലും മിത്രത്തിലും അതുപോലെ തന്നെ മാനത്തിലും അപമാനത്തിലും സ്തുതിയിലും കീർത്തിയിലും, ഇല്ലെങ്കിൽ ആരെങ്കിലും നമ്മളെ സ്തുതിച്ചാലും വേണ്ടില്ല, ഇല്ല സ്തുതിച്ചില്ലെങ്കിൽ അപകീർത്തിപ്പെടി ശ്രമിച്ചാലും വേണ്ടില്ല, ഇവിടെയൊക്കെ സമചിത്തതയോടെ പെരുമാറാൻ സാധിക്കണം. സ്വന്തമായിട്ടൊന്നും കരുതി വെക്കാതിരിക്കുക. സ്ഥിരമായിട്ട് ഒരിടത്ത് തന്നെ നിൽക്കണം എന്ന് നിർബന്ധം പിടിക്കാതിരിക്കുക. ഒരു കാര്യത്തിലും നിർബന്ധ ബുദ്ധി പാടില്ല. നമുക്ക് ഫ്ലക്ച്വേഷൻ മൈൻഡഡ് ആയിരിക്കണം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് വേണ്ടിയിട്ട് തൻ്റെ ഇഷ്ടങ്ങളെ ത്യജിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരിക്കണം. ഇങ്ങനെ ഭഗവാൻ ആ ഭക്തിയോഗത്തിലൂടെ നേടേണ്ടതായ ഭക്തിയോഗ സിദ്ധി എന്ന് പറയുന്നത് ഏറ്റവും വലിയ നമ്മുടെ സ്വഭാവ ശുദ്ധിയാണ്. ആ സ്വഭാവത്തെ ശുദ്ധീകരിക്കുന്ന മനുഷ്യൻ ഭഗവാൻ ഏറ്റവും പ്രിയപ്പെട്ടവരായിരിക്കും എന്ന് കൂടി പറയുന്നുണ്ട്. അതാണ് 18, 19 ശ്ലോകങ്ങളിൽ എടുത്തു പറയുന്നത്. ഈ സ്വഭാവ ശുദ്ധി നേടാൻ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. സമോ ശത്രൗച മിത്രേജ തഥാ മാനാപമാനയോ ശീതോഷ്ണ സുഖദുഃഖേഷു സമസംഗ വിവർജിതക തുല്യനിന്ദാ സുധിർമൗനി സന്തുഷ്ടോ ഏന കേനചിത് അനികേത സ്ഥിരമതിർഭക്തിമാൻ മേ പ്രിയോ നരക. ഇപ്രകാരം സ്വഭാവപരിവർത്തനം വരുത്തുന്ന മനുഷ്യനെ എനിക്ക് ഏറ്റവും പ്രിയമാണ് എന്ന് ഭഗവാൻ പറഞ്ഞു. ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിഭാസതയെ ശ്രദ്ധദാന മത്പരമ ഭക്താസ്തേ മതീവമേ പ്രിയ. ഈ ഭക്തിയോഗത്തിൽ പറയുന്ന 19 ശ്ലോകത്തിലൂടെ പറയുന്ന ആ അനുഷ്ഠാന ക്രമമാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. ഒരു മനുഷ്യ കുലധർമ്മം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു മനുഷ്യൻ ജനിച്ചാൽ ഈ ഭക്തനായി മാറുക എന്നുള്ളത്, അതിനുള്ള കർമ്മങ്ങളെ ചിട്ടപ്പെടുത്തി ചെയ്യുകയാണ് യഥാർത്ഥത്തിൽ മനുഷ്യന്റെ ധർമ്മം. പിന്നെ ഒരിക്കലും അവന്റെ സ്വഭാവം കൊണ്ടോ അവന്റെ ജീവിത രീതി കൊണ്ടോ ഒരിക്കലും ധർമ്മത്തിൽ നിന്ന് വ്യതിചലിക്കാൻ സാധിക്കില്ല എന്ന് മാത്രമല്ല, ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറും ആ ഭക്തൻ. അപ്പൊ അതിൽ യാതൊരു സംശയവുമില്ല. ഏതു ധർമ്മ്യാമൃതം, എല്ലാ ധർമ്മങ്ങളിലും വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ ധർമ്മമാണ് ഇതിൽ വരെ ഭഗവാൻ പറഞ്ഞത്. അതാണ് ഭക്തിയോഗം. ആ ഭക്തിയോഗത്തിൽ പറഞ്ഞ, ഒന്നുകിൽ നിങ്ങൾ സ്വയം അഭ്യാസത്തിലൂടെ നിരന്തരമുള്ള ശ്രമം കൊണ്ട് എന്നെ സർവകർമ്മങ്ങളും എനിക്ക് അർപ്പിച്ചുകൊണ്ട് ചെയ്യാൻ തക്കവണ്ണമുള്ള പ്രാക്ടീസ് നേടുക. അത് സാധ്യമല്ലെങ്കിൽ മനസ്സിൽ വിചാരം കൊണ്ട് സ്മരിച്ചുകൊണ്ട് എല്ലാ കർമ്മങ്ങളും ചെയ്യുക. അത് സാധ്യമല്ലെങ്കിൽ സർവകർമ്മ ഫലത്യാഗം കൊണ്ട് എന്നെ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക. അതായത് ഫലേച്ഛയില്ലാതെ ഞാൻ എന്ന ഭാവവും വെടിഞ്ഞുകൊണ്ട് അവരുടെ സ്വഭാവവും കർത്തവ്യകർമ്മങ്ങളും എന്താണോ അതനുസരിച്ച് കൊണ്ട് ജീവിക്കുക. അങ്ങനെ ഈശ്വര സാക്ഷാത്കാരം നേടാം. അത് ഭക്തിയോഗത്തിലെ ഇഷ്ടഭോഗങ്ങൾ കിട്ടിയാലും അതൊന്നും സ്വന്തമായിട്ട് കരുതി വെക്കാതിരിക്കുക. ഒക്കെ പഞ്ചമഹായജ്ഞങ്ങളുടെ മറ്റുള്ളവർക്ക് ദാനകർമ്മങ്ങളിലൂടെയും ഇല്ലേ ചെയ്യേണ്ട മാർഗം ഞാൻ യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്ന് പഞ്ചമഹായജ്ഞങ്ങളെ പറ്റി പറഞ്ഞു. അതനുസരിച്ചുകൊണ്ട് അതിനെ യൂട്ടിലൈസ് ചെയ്യുക. അതായത് അനായാസന ജീവിക്കാനുള്ള എല്ലാവിധ മാർഗങ്ങളും ഭഗവാൻ ഈ ഭക്തിയോഗത്തിന്റെ ഇതിനു മുമ്പ് പറഞ്ഞ ശ്ലോകങ്ങളിലൂടെ പറഞ്ഞു. അത് സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, ഭഗവാനെ യഥാർത്ഥത്തിൽ ഭജിക്കുന്നവർ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് നമുക്ക് മാറണം എന്ന ആഗ്രഹമുള്ളവർ ഈ ഭക്തിയോഗത്തെ നിത്യജീവിതത്തിൽ സാക്ഷാത്കരിക്കാൻ ശ്രമിക്കുക എന്ന് പറഞ്ഞാൽ, അത് സ്വയം സ്വഭാവ പരിവർത്തനത്തിലൂടെ കൃത്യനിഷ്ഠ, ഭക്തി, വിവേചന ശക്തി, ദൃഢനിശ്ചയം, ത്യാഗമനസ്ഥിതി, ഈ 5 ഗുണങ്ങൾ നമുക്കുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറുന്ന ധർമ്മത്തെ യഥാവിധി അനുസരിക്കുന്നതിന് വേണ്ടിയിട്ട് ഭഗവാൻ ഇതിനു മുമ്പ് ജ്ഞാനമാർഗവും കർമ്മമാർഗവും പറഞ്ഞു തന്നിട്ടുണ്ട്. കർമ്മണൗഹ്യവി ബോധവ്യം ബോധവ്യം ച വികർമ്മണാഹ അകർമ്മണശ്ച ബോധവ്യം ഗഗനാ കർമ്മണോ ഗതി. ഈ നിമിഷം നമ്മൾ ചിന്തിക്കേണ്ടത് എന്താണെന്ന്, ചിന്തിക്കാൻ പാടില്ലാത്തത് എന്താണെന്ന് നമുക്ക് ബോധമുണ്ടായിരിക്കണം. അതേ പോലെ തന്നെ ഈ നിമിഷം നമ്മൾ എന്താണ് പറയേണ്ടതെന്നും എന്താണ് പറയാൻ പാടില്ലാത്തതും എന്നുള്ള ബോധമുണ്ടായിരിക്കണം. ഈ നിമിഷം നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്നും ചെയ്യാൻ പാടില്ലാത്തത് എന്താണെന്നും നമുക്ക് ബോധമുണ്ടായിരിക്കണം. അങ്ങനെ ബോധതലത്തിൽ നിന്നുകൊണ്ട് നിരന്തര അഭ്യാസം കൊണ്ട് തന്നെ സ്വഭാവശുദ്ധി വരുത്തി ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായി മാറാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളാണ് യഥാർത്ഥത്തിൽ ധർമ്മം എന്ന് പറയുന്നത്. മനുഷ്യകുല ധർമ്മം എന്ന് പറയുന്നത് നമുക്ക് മറ്റുള്ളവരുടെ ആരുടെയും പ്രീതിയല്ല നേടേണ്ടത്, ഈശ്വരന്റെ പ്രീതിയാണ്.
ഗുരുവായൂരപ്പൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറിക്കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് അനായാസന ജീവിക്കാൻ സാധിക്കുമെന്നതിൽ സംശയമില്ല. അതിന് ഉതകുന്ന കർമ്മങ്ങളെയാണ് ഇവിടെ ധർമ്മം എന്ന് ഉദ്ദേശിക്കുന്നത്. ആ ധർമ്മത്തെ ശ്രദ്ധാപൂർവം ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് ഏതു ധർമ്മ്യാമൃതമിതം യഥോക്തം പരിയുപാസത്തെ ശ്രദ്ധദാന മത്പരമ ഭക്താസ്യം അതീവമേ പ്രിയ എന്ന് പറഞ്ഞു. അപ്പം ഭഗവാൻ പറഞ്ഞിട്ടുള്ള ഈ 10-19 ശ്ലോകങ്ങളിലൂടെ പറഞ്ഞ ധർമ്മമാർഗത്തെ യഥാവിധി അനുസരിക്കുന്ന ഭക്തൻ, അനുകരിക്കുന്നവരല്ല, അനുസരിക്കുന്ന ഭക്തരെയാണ് എനിക്ക് ഏറ്റവും പ്രിയം. അപ്പം ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായി മാറണം. യഥാർത്ഥ ഭക്തി നമ്മൾ പ്രകടമാകണമെങ്കിൽ ഭവേ ഭവ യഥാഭക്തിം പാദയോസ്തവ ജായതേ തഥാ കുരുഷ ദേവേശ നാദസ്ത്വം നോ യഥ പ്രഭോ നാമസങ്കീർത്തനം യസ്യ സർവപാപ പ്രണാശനം പ്രണാമോ ദുഃഖശമനം തം നമാമി ഹരിം പദം. ഇതാണ് യഥാർത്ഥത്തിൽ ലളിതമായ ഭക്തിമാർഗം. കലിയുഗത്തിൽ നാമസങ്കീർത്തനത്തെ പോലെ ഭഗവത് പ്രാപ്തിക്ക് ഉതകുന്നതായ ലളിതമാർഗം ധർമ്മം ഒന്നും തന്നെയില്ല. അത് ശ്രദ്ധയോടെ കൂടെ ചെയ്യുന്നവർക്ക് ഈ പറയുന്ന ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറാൻ സാധിക്കും. കലിയുഗത്തിൽ മറ്റ് വേദവൈദിക കർമ്മങ്ങളോ പ്രകടന ഭക്തിയോ പ്രത്യക്ഷ ഭക്തിയോ ഒന്നും ആവശ്യമില്ല. സ്വയം കേൾക്കുന്ന ശബ്ദത്തിൽ നാമസങ്കീർത്തനത്തിലൂടെ ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട ഭക്തനായിട്ട് മാറുന്നതിനുള്ള എല്ലാവിധ ഗുണങ്ങളും അവന്റെ സ്വഭാവത്തിൽ കാലക്രമത്തിൽ പരിവർത്തനത്തിലൂടെ സ്വയമേവ വന്ന് ഭവിച്ചുകൊള്ളും. പക്ഷേ നാമസങ്കീർത്തനം ശ്രദ്ധയോടെ ചെയ്യുക, അതിൻ്റെ ഫലേച്ഛ ഇല്ലാതെ ചെയ്യുക, അർപ്പണബോധത്തോടെ ചെയ്യുക, അതിൽ കൃത്യനിഷ്ഠ ഉണ്ടായിരിക്കണം, അതിൽ ഭക്തി ഉണ്ടായിരിക്കണം, അതിൽ വിവേചന ശക്തി യൂട്ടിലൈസ് ചെയ്യണം, അതിൽ ദൃഢനിശ്ചയം ചെയ്യണം, അതിൽ ത്യാഗമനസ്സോടെ അത് അനുഷ്ഠിക്കുക തന്നെ വേണം. നിത്യയുക്തമായിട്ട് അവസരം രാവിലെ ചെയ്യണോ വൈകുന്നേരം ചെയ്യണോ എപ്പോൾ ചെയ്യണം എന്നുള്ളതൊക്കെ യുക്തിസഹിതമായിട്ട് നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം. പക്ഷെ 24 മണിക്കൂറിൽ ഒരു 20 മിനിറ്റ് സമയമെങ്കിലും ആ ഭഗവാന് വേണ്ടി മാറ്റി വയ്ക്കുക തന്നെ വേണം. ഈ പറയുന്ന ധർമ്മം നമുക്ക് അനുസരിക്കാൻ സാധിക്കും. നിങ്ങൾ അതിനു വേണ്ടിയിട്ട് പരിവർത്തനം പരിണാമത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ട. നിത്യയുക്തമായിട്ട് ഈ നാമസങ്കീർത്തനം ചെയ്യുന്നവർക്ക് സ്വയം കേൾക്കാവുന്ന ശബ്ദത്തിൽ സഹസ്രനാമം ജപിക്കുകയോ ഒന്നുമില്ലെങ്കിലും ഷോഡശാക്ഷരി മന്ത്രം ഹരേ രാമ ഹരേ കൃഷ്ണ എങ്കിലും നിത്യയുക്തമായിട്ട് ആരാണോ 20 മിനിറ്റെങ്കിലും ഭഗവാന്റെ നാമം പ്രകീർത്തിച്ചുകൊണ്ട് ഫലേച്ഛയില്ലാതെ ജ്ഞാനെന്ന ഭാവമില്ലാതെ നിഷ്കാമ കർമ്മമായിട്ട് ചെയ്യുന്നത്, ഈ പറയുന്ന ഭഗവാന്റെ പ്രിയപ്പെട്ട ഭക്തനായിട്ട് ആ വ്യക്തി മാറും എന്നതിൽ യാതൊരു സംശയവും എനിക്കില്ല. അത് കൃത്യമായിട്ട് ചെയ്യുന്നവർക്ക് ഭക്തിയോഗത്തെ സാക്ഷാത്കരിക്കാൻ സാധിക്കും. അത് ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം കൊണ്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോഗം ഇവിടെ സമർപ്പിക്കാം. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇത് ശ്രീമദ് ഭഗവത്ഗീതാസുപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ഭക്തിയോഗോ നാമ ദ്വാദശാധ്യായക. ഇത് സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഇനി അടുത്ത മാർഗത്തിലേക്ക് കടന്നാൽ ജ്ഞാനമാർഗത്തിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. നമ്മുടെ ശരീരത്തെ പറ്റിയും ഇല്ലേ പ്രകൃതിയെ പറ്റിയും ഒക്കെ യഥാർത്ഥത്തിലുള്ള സ്വരൂപത്തെ ഭഗവാൻ പറഞ്ഞു തരുന്നതാണ് ഇനി വരുന്ന യഥാർത്ഥത്തെ ജ്ഞാനയോഗം എന്ന് പറയുന്ന 6 അധ്യായങ്ങൾ. അത് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ കൂടുതലായിട്ട് ചിന്തിക്കാം. എല്ലാവർക്കും ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഭക്തിയോഗം ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ സമർപ്പിക്കാം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായനമാർഗേണ മഹിം മഹീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭോസ്തം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.